എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അഭിനെയാണ് ആദ്യമേ കാണിക്കുന്നത്. അഭി ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കറക്റ്റ് അനഘ വിളിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ നാട്ടിലെത്തി, ഇവിടുന്ന് ഞാൻ ഗൾഫിലേക്ക് പോയത് നാണക്കേട് ഒഴിവാക്കാനാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയായിട്ട് തിരിച്ചു വരുമ്പം പലരും ചോദിക്കും, വിവാഹം എപ്പോഴാണ് കഴിഞ്ഞത്, കുട്ടിയുടെ അച്ഛൻ എന്തിയെ എന്നൊക്കെ ചോദിക്കും. അതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വന്ന കാര്യം ഒരുപാട് പേരെയൊന്നും അറിയിച്ചിട്ടില്ല. എന്നോട് അടുത്ത് നിൽക്കുന്നവരെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അഭിയൊന്നും മിണ്ടാതിരിക്കുമ്പം, നീ എന്താ മിണ്ടാതിരിക്കുന്നത്, നിന്നെ എനിക്ക് കാണണം, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പം അഭി ഇത്തിരി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്, അനഘ നിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന്. അന്നേരം അനഘ പറയും, നീ ഇങ്ങോട്ട് വാ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നവ്യ വരുന്നത്. അഭി കാണുന്നത് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അന്നേരം മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ. അത് കാണുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖത്ത് എന്താട്ടോ ഭയങ്കര ടെൻഷൻ, നീ ആരെയാണ് പേടിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അഭി തിരിച്ച് ദേഷ്യത്തോട് ചോദിക്കുവാണ്, എനിക്ക് ആരെങ്കിലും പേടിയുണ്ട് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയും, ആരും പറയേണ്ട കാര്യമൊന്നുമില്ല, നിൻ്റെ മുഖം കണ്ടാൽ അത് മനസ്സിലാകും, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറയും. എന്നിട്ട് നവ്യ പറയും, നാളെ എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് 7ാം മാസത്തെ ചടങ്ങായിട്ട്, അതുമല്ലോ നിനക്കറിയാവോ, നീ എൻ്റെ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ, അതിനൊന്നും അവന് സമയമില്ല, അവൻ ആരാണ്ടരയ്ക്കോ പുറകെ ഇപ്പോഴും കറങ്ങി നടക്കുവാണ് എന്നൊക്കെ പറയും. അന്നേരം അവ മനസ്സിലോർക്കുക, ഈശ്വര ഇവളൊക്കെ വലിയൊരു മാരണമാണ് ഇപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത്, അതോ എൻ്റെ കുഞ്ഞുമായിട്ട്, അതുകൊണ്ട് ഇവളെ പിണക്കേണ്ട എന്നിങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് നവ്യോട് പറയുവാണ്, നവ്യ നീ എന്ത് ഈ പറയുന്നത്, ഞാൻ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് നമ്മുടെ കമ്പനിയിൽ, അതുകൊണ്ട് തന്നെ എൻ്റെ പൈസ എനിക്ക് തികയുന്നില്ല, അതുകൊണ്ടാണ് നിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാത്തത് എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കും, നിനക്ക് 50,000 രൂപയോളം ശമ്പളം കിട്ടുന്നതല്ലേ, നിനക്കതിനും ചിലവൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിൻ്റെ കയ്യിൽ പൈസ തീരുന്നത് എന്ന് ചോദിക്കുമ്പം അഭി പറയുവാണ്, ഞാൻ ഓടിക്കുന്ന വണ്ടിക്ക് പെട്രോൾ ഓടിക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അങ്ങനെ ഓരോന്നിനും പൈസ എടുക്കുമ്പം അതങ്ങ് തീരും, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, എന്നെ കമ്പനിയിലെ ഒരു വെറും സ്റ്റാഫായിട്ട് മാത്രം തരം താത്തിയതിന് ശേഷം എൻ്റെ മനസ്സിന് ഭയങ്കര ടെൻഷനാണ്, അതുകൊണ്ടാണ് നിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഓ അതിനു മുമ്പ് നീ നല്ല ശ്രദ്ധയായിരുന്നല്ലോ, നിൻ്റെ സ്വഭാവം ഇത് തന്നെയാണ് എന്ന് എന്നോട് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, എങ്ങനെയെങ്കിലും നിന്നെ നന്നാക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നന്നാക്കിക്കോട്ടെ എന്നോർത്ത് പറഞ്ഞതാ, നീ ഏത് കാലത്താണ് നന്നാകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അന്നേരം അഭിക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല, ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാനും പറ്റുന്നില്ല, അങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും നയനയും കൂടി നവ്യയ്ക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുക കേട്ടോ. 7ാം മാസം ചടങ്ങിന് കൊടുക്കാൻ ഡ്രസ്സൊന്നും മേടിച്ചു കൊടുത്തില്ല നവ്യയ്ക്ക് ആരും, അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് ഇഷ്ടമുള്ള ഒക്കെ എടുത്തോളം ദേവയാനി പറയുന്നുണ്ട്. അന്നേരം നയന പറയും, നമ്മൾ എന്തൊക്കെ എടുത്തു കൊടുത്താലും ഭയങ്കര വിഷമത്തിലാണ് ചേച്ചി, കാരണം ചേച്ചിയുടെ കാര്യങ്ങളൊന്നും അഭി ശ്രദ്ധിക്കുന്നില്ല, ഒരു സാരി പോലും അവൻ ചേച്ചിക്ക് 7ാം മാസമായിട്ട് എടുത്തു കൊടുത്തില്ല എന്ന് പറയുമ്പം ദേവേന പറയും, എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അവനൊന്നും എടുത്തു കൊടുത്തില്ലെങ്കിലും നവ്യയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാം, അങ്ങനെ എങ്കിൽ അവളെ സങ്കടം അങ്ങ് മാറട്ടെ എന്ന് പറയുമ്പം നയന പറയും, ഒരു ഭർത്താവ് എന്തെങ്കിലും എടുത്തു കൊടുക്കുമ്പോൾ സന്തോഷം നമ്മൾ എടുത്തു കൊടുത്താൽ കിട്ടില്ലല്ലോ, എല്ലാ ഭാര്യമാരും അത് ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം ദേവേനെ പറയും, എന്ത് ചെയ്യാനോ, വേറെ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് ഇവരിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് രേവതിയും അതുപോലെ വേണുവും അനാമികയും ഒക്കെ വരുന്നുണ്ട്. അനാമിക പറയും, വിവാഹം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എനിക്കൊന്നും എടുത്തു തന്നിട്ടില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. അന്നേരം വേണു പറയുന്നുണ്ട്, നിൻ്റെ വിവാഹം കഴിഞ്ഞതോടുകൂടി അച്ഛൻ്റെ നടുവൊടിഞ്ഞു, പിന്നെ എങ്ങനെയാണ് നിനക്ക് എന്തെങ്കിലും മേടിച്ച് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ കൊണ്ട് തന്നല്ലോ, എന്നിട്ടും മേടിച്ച് തരാൻ തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിനു വേണ്ടിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് രേവതി എൻ്റെ ഇടയ്ക്ക് കയറി പറയും. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബ്ലൗസ് പീസ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നയനെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. ഇവരെ കാണുമ്പോൾ ആകെ ടെൻഷനാകും. അമ്മ ഇതേ അവർ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. അതൊക്കെയും ദേവിനി, ഇനി ഞാൻ എങ്ങോട്ടാ മോളെ ഒന്ന് മാറുന്നേ എന്ന് ചോദിക്കും. പിന്നെ പെട്ടെന്ന് ഡ്രസ്സിങ് റൂമിലേക്ക് കയറി നിന്നോളാൻ പറയും. ദേവേനെ നേരെ ആ ഡ്രസ്സിങ് റൂമിലേക്ക് കയറി പോവാട്ടോ. അന്നേരത്തേക്കും നയനെ അനാമിക കാണും, അവരടുത്തോട്ട് വരുവാണ്. എന്നിട്ട് ചോദിക്കും, ഓ ഇവിടെ ഭയങ്കര പർച്ചേസിങ് ആണല്ലോ, ശമ്പളം കിട്ടി കാണുമായിരിക്കും, അത് മൊത്തം സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ആയിരിക്കുമല്ലേ ചിലവാക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അതെൻ്റെ ഇഷ്ടമല്ലേ, അതിന് നീ എന്തിനാ അതൊക്കെ നോക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം വേണു പറയുവാണ്, അങ്ങനെ ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അത് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ചിലവാക്കേണ്ടത് എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയൊന്നും ആവശ്യമില്ല എന്ന് ആദർശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ ഇഷ്ടത്തിന് കാണിച്ചോളം പറഞ്ഞിട്ടാണ് ആദർശൻ എൻ്റെ കയ്യിലോട്ട് തന്നത് എന്ന് പറയും. അന്നേരം രേവതി പറയുവാണ്, അങ്ങനെയൊക്കെ ഭർത്താക്കന്മാർ പറയും, പക്ഷേ മാന്യതയില്ലാതെ ഇങ്ങനെ പെരുമാറരുത് എന്ന് പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ എന്ത് മാന്യതയില്ലാതെ പെരുമാറിയെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും നടക്കണ്ട, നിങ്ങളുടെ
നിങ്ങളുടെ മകളെ മര്യാദ പഠിപ്പിച്ചാൽ മതി, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ എന്നതാ ഇനി മാത്രം പറയാനുള്ളത് എന്ന് രേവതി ചോദിക്കും. അന്നേരം നയന ചെയ്ത കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ഇവിടെ നിർത്തി ഓർക്കാൻ പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് തിരിച്ചു പറയും. അന്നേരം അത് ഇഷ്ടപ്പെടാതെ രേവതി പറയുന്നുണ്ട്, നീ ഒരുപാട് കിടന്നങ്ങ് തിളയ്ക്കൊന്നും വേണ്ട, നിൻ്റെ അനിയത്തിയെ അനന്തപുരിയിലേക്ക് കയറ്റിവിടാൻ പറ്റാത്തതിൻ്റെ തിളപ്പാണ് നിനക്ക് എന്ന് എനിക്ക് അറിയാമെന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് നിഷ്പ്രയാസം സാധിച്ചേനെ, അത് വേണ്ട എന്ന് ഞങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചതാണ് എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇനിയിപ്പം അവൻ എൻ്റെ അനിയത്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പം നിങ്ങളുടെ മകൾക്ക് തന്നെയാണ്. അവൾ നേരാവണ്ണം അവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരികയില്ല എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, അതെങ്ങനെ സാധിക്കാനാ, വേറൊരുത്തി മുറുക്കെ പിടിച്ചേക്കുമല്ലോ അവനെ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അവൾ ഒരു കാര്യത്തിനും പോകുന്നില്ല, നിങ്ങളുടെ മോളോടൊന്ന് നന്നാകാൻ പറഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം വേണു പറയുവാണ്, നിൻ്റെ അനിയത്തിയും കൂട്ടുകാരോടെ കൂടി എന്നെ അടിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല, അതിൻ്റെ വേദനയും ഞാൻ മറന്നിട്ടില്ല, ഒന്ന് ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അനാമിക, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ, കച്ചറക്കൂട്ടങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങ് പോകുന്നത്. അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും ദേവേനെ ഇറങ്ങി വരും. അപ്പം ദേവേനെ ഇവർ സംസാരിക്കുന്നത് കേട്ടായിരുന്നല്ലോ. അപ്പം ദേവേനെ ചോദിക്കുവാണ്, അവരെന്തൊക്കെയോ മോളെ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം നയന പറയുവാണ്, അമ്മയുടെ വലിയൊരു ആഗ്രഹമല്ലേ അനാമികയും അനിയും കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന്, അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിലങ്ങ് ഒതുക്കി വെച്ചേക്കുവാണ് എന്ന് പറയും. അതിന് ദേവേനെ ചോദിക്കും, എന്താ മോളെ, എന്താ മോൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇനി അമ്മ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്, അതൊക്കെ അങ്ങ് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അവർ പിന്നെയും ഡ്രസ്സ് എടുക്കാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയം നവ്യ വീട്ടിൽ ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകെപ്പാടെ ഒരു നേരം പോക്ക് നവ്യക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ. അന്നത്തേക്കും നയന അങ്ങോട്ട് വരും. ഭയങ്കര സന്തോഷത്തോടെ എടുത്ത് സാരിയൊക്കെ കാണിക്കുന്നു. നവ്യക്ക് ഭയങ്കര സന്തോഷം. അപ്പം നവ്യ പറയുവാണ്, നല്ല കളറ്, നിനക്ക് നല്ല കളർ സെൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ചേരുന്ന കളറ് തന്നെ നീ എടുത്തല്ലോ എന്ന് പറയും. എന്നിട്ട് എനിക്ക് ചേരുന്നുണ്ടോടി എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോഴും നവ്യക്ക് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം അഭിയോ ജലജോ ഒന്നും നവ്യയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അന്നേരം പറയുന്നുണ്ട്, നീ എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നു, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിങ്ങനെ കറങ്ങി നടക്കുവാണ്, എൻ്റെ 7ാം മാസമാണെന്ന് പോലും അവനൊരു ചിന്തയില്ല, അവൻ എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ല എന്ന് പറയും. അന്നേരം എന്ത് ചെയ്യാനാ ചേച്ചി, അവൻ്റെ സ്വഭാവം മാറും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അവൻ മാറാനൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അവന് യാതൊരു മാറ്റവും. ഇനി ഞാൻ ഇവിടെ നിന്ന് പോയി 3-4 മാസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് ഒരു കുഞ്ഞുമായിട്ട്. അന്നേരം വലിയ മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെയെങ്കിലും ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു. ഞാൻ അങ്ങ് പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അബിയുടെ അമ്മ പോലും. അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കി കാശുള്ള വീട്ടിൽ നിന്ന് അവനെ കെട്ടിക്കണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ ഓർത്ത് പേടിക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് സമ്മതിച്ചു കൊടുക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഏതായാലും എൻ്റെ ജീവിതം ഇങ്ങനെ ആയെങ്കിലും നിനക്ക് ഒരുപാട് സന്തോഷമുണ്ടല്ലോ, ആദർശേട്ടൻ നിനക്ക് കിട്ടിയ ഭാഗ്യമാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മായിമ്മയും മോളും തമ്മിൽ പിണക്കത്തിലാണെങ്കിലും ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, നീ എന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം അതിനൊരു കാര്യമുണ്ട്, ഞാനത് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഏതായാലും അബി ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ ദേഷ്യം മാറിയിട്ടില്ലായിരുന്നു നവ്യയ്ക്ക്. നവ്യ നേരെ ജലജയുടെ അടുത്തേക്ക് ചെല്ലുക. ജലജ അന്നേരം നല്ല സാരിയൊക്കെ ഉടുത്ത് ഒന്ന് സ്പ്രേ ഒക്കെ അടിച്ചൊന്ന് സുന്ദരിയാവുകയാണ്. അവിടെയുള്ളവർക്ക് ആകെപ്പാടെ ഉള്ളൊരു ഹോബി ഇതാണല്ലോ. അന്നേരം നവ്യ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ല ഈ പ്രായത്തിലും സാരിയും ഉടുത്ത് ഒരുങ്ങിക്കെട്ടി നടക്കാൻ? അതിനെ നിങ്ങളെ കൊണ്ട് കൊള്ളുള്ളൂ, നിങ്ങളുടെ മകൻ ഇങ്ങനെ വഴിതെറ്റി നടക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അവനിപ്പോൾ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, എൻ്റെ 7ാം മാസമാണ്, എന്നെ കൂട്ടിക്കൊണ്ട് പോകണം, എനിക്കൊരു ഡ്രസ്സ് എന്തെങ്കിലും അവൻ മേടിച്ചു തന്നോ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുവാണ്, നിൻ്റെ അലമാരി തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിലുള്ള സാരി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിനക്ക് വേറെ ഡ്രസ്സ് എടുത്ത് തരുന്നത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഡ്രസ്സൊന്നും എടുക്കണ്ടേ, എൻ്റെ 7ാം മാസ ചടങ്ങിന് ഉടുക്കാനുള്ള ഡ്രസ്സ് പോലും ഇപ്പം മേടിച്ചു തന്നത് നയനയാണ്. നയനെ ആദർശേട്ടനോട് കൂടിയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്, അല്ലാതെ അബി എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, അതിന് അവൻ്റെ ഈ പൈസ കൂടി വേണം, അവൻ ആകെപ്പാടെ ഒരു സാധാ സ്റ്റാഫാണ് കമ്പനിയിൽ, ആദർശ് അങ്ങനെയല്ല, ആദർശ് MD ആണ്, അതുകൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഈ കുടുംബത്തിലെ ബ്ലഡ് അല്ല, അതുകൊണ്ട് തന്നെ അവൻ നന്നാകാനും പോകുന്നില്ല, നിങ്ങൾക്കൊക്കെ കിട്ടി ലോട്ടറി ആണല്ലോ ഈ കുടുംബത്തിലെ ജീവിതം എന്ന് പറയും. അന്നേരം ജലജ ചോദിക്കും, പിന്നെ അവൻ ഏത് കുടുംബത്തിലെ ബ്ലഡാണെന്നാണ് നീ പറയുന്നത്, നീ അനാവശ്യം പറയരുത് എന്ന് പറയുമ്പോൾ
നവ്യ പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് എൻ്റെ മുമ്പിൽ കിടന്ന് ഉരുളാൻ നിൽക്കണ്ട എന്ന്. ഏതായാലും അമ്മ വളർത്തിയ മോൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് കുറച്ച് ചീത്ത പറഞ്ഞിട്ട് കലി വന്നിട്ട് അങ്ങ് ഇറങ്ങി പോവാണ് നവ്യ. അതിൻ്റെ ദേഷ്യമുണ്ട് ജലജയ്ക്ക്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ നയന സെലക്ട് ചെയ്ത് കൊടുത്ത സാരിയൊക്കെ കാണുമ്പം. അതും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന കയറി ചെല്ലുന്നത്. അന്നേരം പറയുന്നുണ്ട്, മോളെ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എന്ത് വിശേഷം ഉണ്ടെങ്കിലും മോൾ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നവ്യയ്ക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന്. അന്നേരം ചേച്ചിക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചേച്ചി ഭയങ്കര സങ്കടത്തിലാണ്. അബി ഒരു കാര്യവും ചേച്ചിയുടെ നോക്കുന്നില്ല, എന്ത് ചെയ്യാനാ, അമ്മ എന്നോട് പറഞ്ഞില്ലേ ശരിക്കും അനാമികയും അനിയും കൂടെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹമാണെന്ന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നവ്യച്ചയുടെയും അബിയുടെയും കാര്യം. അവൻ്റെ സ്വഭാവം ഒന്ന് മാറ്റണം, എങ്ങനെയെങ്കിലും അവനെ ഉപദേശിച്ച് മാറ്റണം എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, അനിയുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, അവൻ മാറും, അവരൊരുമിച്ച് ജീവിക്കുമെന്ന്. പക്ഷേ അബിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല, അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെയായിരുന്നു ജലജയും. അവൻ്റെ അച്ഛൻ കുഞ്ഞിലെ അവരെ ഇട്ടിട്ട് പോയതല്ലേ, അതിനുള്ള കാരണവും ജലജ തന്നെയാണ്. അവളുടെ സ്വഭാവം കൊണ്ടാണ് ഇട്ടിട്ട് പോയത്. പണ്ട് അവൾ എൻ്റെ മുന്നിൽ വിറച്ച് നിൽക്കുമായിരുന്നു, പിന്നീട് നിങ്ങൾ വന്നതിന് ശേഷം എൻ്റെ ദേഷ്യം മൊത്തം നിങ്ങളോടായി. അവളെ ഞാൻ എൻ്റെ കൂടെ ചേർത്ത് നിർത്തിയെന്നേ ഉള്ളൂ, അല്ലാതെ അവളുടെയും സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. ഇതൊക്കെ കേൾക്കുമ്പം ഭയങ്കര സങ്കടമാണ് നയനയ്ക്കും. അന്നേരം പെട്ടെന്ന് ദേവയാനി പറയും, അതൊക്കെ പോട്ടെ, ഏതായാലും മോളിൽ എടുത്തു തന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഓരോ പർച്ചേസിങ്ങിനായിട്ട് പുറത്തേക്ക് പോകണം, അതാകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടുതൽ സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യാമല്ലോ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അങ്ങനെ കണ്ട അങ്ങ് കാണട്ടെ, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, എങ്കിൽ ഞാനിപ്പം പോവുകയാണ്, ഇനിയിപ്പോൾ ഇനിയും ഇവിടെ സമയം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ കള്ളത്തരം പൊളിയും എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവാം. പിന്നെയും കാണിക്കുന്നത് നവ്യയാണ്. നവ്യയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സാരിയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭി ആ റൂമിലേക്ക് കയറി വരുന്നത്. അന്നേരം ഈ സാരി എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അന്നേരം കൊള്ളാലോ, ഇത് ഞാൻ എടുത്തു തന്നാണോ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അയ്യോ നീ എടുത്തു തന്നതോ, നീ എനിക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് തന്നിട്ട് നൂറ്റാണ്ടുകളായി, എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഇത് ആദർശേട്ടനും നയനയും കൂടി എടുത്തു തന്നതാണ്, ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആദർശേട്ടനാണ് എന്ന് പറയുമ്പോഴത്തേക്കും അഭി പറയുവാണ്, ഓ അയാൾ ആദ്യം സ്നേഹിച്ചത് നിന്നെയല്ലേ, ആ സ്നേഹം ഇപ്പോഴും മനസ്സിൽ കാണുമായിരിക്കും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നീ അനാവശ്യം പറയരുത്, അദ്ദേഹത്തെ പോലെ ഒരു മാന്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആണ് നയന പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്നത് എന്ന് പറയും. അന്നേരം അഭി മനസ്സിലോർക്കുവാണ്, ഇവളെയൊക്കെ വലിയൊരു മാരണമാണ് തലയിൽ വന്ന് കയറിയേക്കുന്നത്, അതുകൊണ്ട് ഇവളെ പിണക്കണ്ട എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് വീണ്ടും നവ്യോട് പറയും, നിന്നെ സ്നേഹിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവർ ഓരോന്ന് എടുത്തു തരുന്ന പോലെ തരാൻ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നീ എനിക്കൊന്നും എടുത്തു തരണ്ട, എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ ഒന്ന് ഫീൽ ചെയ്യിപ്പിച്ചാലെങ്കിലും മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അഭി പറയുക, മോളെ എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് നവ്യ ചോദിക്കുകയാണ്, നിനക്കാണോ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലാതെ, എന്നോട് തന്നെ പറയണം കേട്ടോ നീ ഇങ്ങനെ എന്ന് പറയുമ്പം ഇത്തിരി ഞെട്ടലോടെ നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.